ഹലോ ഫ്രണ്ട്സ്, നിങ്ങളെല്ലാവരും ജോലി നോക്കുന്നവരാണോ? അതോ ഇന്റർവ്യൂകളൊക്കെ അറ്റൻഡ് ചെയ്യാൻ കാത്തിരിക്കുന്നവരാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് എന്താ? നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ലായ്മ, അതായത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം എന്ന ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ മുന്നിൽ എങ്ങനെ പറയും എന്നുള്ള കോൺഫിഡൻസ് ഇല്ലായ്മയാണോ നിങ്ങളുടെ പ്രശ്നം? ആ പ്രശ്നത്തിന് എന്തായാലും ഒരു സൊല്യൂഷൻ ഉണ്ട്. കാരണം എന്താ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ആ പ്രശ്നങ്ങളൊക്കെ വേഗം തന്നെ പരിഹരിക്കപ്പെടാറുണ്ട്. കാരണം എന്താ, അതിനുള്ള സൊല്യൂഷൻ ഉണ്ട്. ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള പരിഹാരം തന്നെ നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇതുപോലെ തന്നെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കണമെങ്കിലും അതിനൊരു പരിഹാരമുണ്ട്. വേറെ ഒന്നുമല്ല, ഞാൻ ഒത്തിരി തവണ ഓരോ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് നമുക്കിപ്പം ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഒരാളുടെ മുന്നിൽ ഇംഗ്ലീഷ് നമുക്ക് അറിയായിരിക്കാം, നമുക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഇപ്പൊ ആരെങ്കിലും നമ്മളോട് ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് പറയാനായിട്ട് കുറച്ചുണ്ട് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പറയാം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതെങ്ങനെ പറയും? ഞാൻ പറയുന്നത് തെറ്റാണോ? അവരെങ്ങനെ അതെടുക്കും? അവർക്ക് എന്തെങ്കിലും തോന്നുമോ? അതോ ഞാൻ ഫസ്റ്റ് ഡേ, അതായത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പറയുമ്പോൾ തന്നെ എൻ്റെ ഇംഗ്ലീഷ് കേട്ടിട്ട് അവരത് റിജക്ഷൻ ചെയ്യുമോ? എന്തായിരിക്കും അവർ ഉദ്ദേശിക്കുന്നത്? എന്താ അവർ ചെയ്യാൻ പോകുന്നത് എന്നൊക്കെയുള്ള പല ഡൗട്ടുകൾ നിങ്ങൾക്കുണ്ട് അല്ലേ? എങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഡൗട്ട് ഒന്നും വേണ്ട. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഉറപ്പായിട്ടും ഇംഗ്ലീഷ് പഠിക്കാനായിട്ടുള്ള തയ്യാറെടുപ്പ് തന്നെ എടുക്കണം. അതായത് നിങ്ങൾക്കിപ്പം ഇംഗ്ലീഷ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതായത് ഞാൻ പറഞ്ഞ പോലെ മിറർ പ്രാക്ടീസ്. ഒരു കണ്ണാടിയുടെ മുന്നിൽ പോയി നിൽക്കുക. അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ലെവല് നല്ലതുപോലെ വർദ്ധിക്കാൻ പറ്റും. അങ്ങനെ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ടും പറ്റും. ആദ്യം നമ്മൾ സംസാരിക്കുമ്പോൾ മിസ്റ്റേക്സ് ഒക്കെ വരാം. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഞാനിപ്പോ മിറർ പ്രാക്ടീസ് ചെയ്ത് എനിക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ അതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെ ഒരു ചിന്തയുണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾ അത് ആദ്യം നിങ്ങൾ സംസാരിച്ച് നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മിറർ പ്രാക്ടീസിലൂടെ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മിസ്റ്റേക്ക് വന്നാൽ തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അപ്പോ എന്ത് ചെയ്യും, നിങ്ങൾ അത് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് കിട്ടും. അങ്ങനെ ഒരു കോൺഫിഡൻസ് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾക്കല്ലാണ്ട് പുറത്തൊരാളോട് പോയിട്ട് സംസാരിക്കാനായിട്ട് പറ്റും. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുവാണെങ്കിൽ തെറ്റാണോ, ഇപ്പൊ നിങ്ങൾ കൂടുതൽ ക്ലോസ് ആയിട്ടുള്ള ഒരാൾ, അപ്പൊ നിങ്ങൾക്ക് ഒരു വിശ്വാസം വേണം. അവരെന്നെ കളിയാക്കത്തില്ല, ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ അവരെന്നെ കളിയാക്കത്തില്ല, എന്റെ കൂടെ തന്നെ നിൽക്കും, എന്നെ സപ്പോർട്ട് ചെയ്യും എന്ന് ആരെങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, ഇപ്പോ നിങ്ങളിപ്പോ ജോലി ചെയ്യുന്നവരായിക്കോട്ടെ, ഓഫീസിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പുറത്ത് എവിടെയെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ്, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ ആരുണ്ടായാൽ തന്നെ നിങ്ങൾക്ക് അവരോടൊപ്പം ചേർന്നാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഈസി ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ഇത് വിചാരിച്ചാൽ മാത്രം മതി. നിങ്ങൾ സംസാരിച്ച് മാത്രമേ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനും അതേപോലെ കോൺഫിഡൻസ് ലെവൽ കൂടാനും നിങ്ങളെ കൊണ്ട് പറ്റത്തുള്ളൂ. അപ്പൊ അത് എത്രത്തോളം ചെയ്യാമോ അത്രത്തോളം ചെയ്യുക. ഡെയിലി ഞാൻ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡെയിലി ഒരു 5 മിനിറ്റ്സ് 10 മിനിറ്റ്സ് അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലപോലെ കോൺഫിഡൻസ് കിട്ടും. അത്യാവശ്യം നിങ്ങൾക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പാകത്തിനുള്ള ഇംഗ്ലീഷ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാൻ പറ്റും. സോ അപ്പൊ ഇത്രയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യുക. അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, സോ അപ്പൊ നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾക്കെങ്കിലും എൻ്റെ ഇംഗ്ലീഷ് പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവര് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തേക്കാം. സോ നിങ്ങൾ ആ നമ്പറിൽ വിളിച്ചാൽ മാത്രം മതി. അപ്പൊ ഞാൻ ഡീറ്റെയിൽസ് ഒക്കെ അപ്പൊ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ മാത്രം മതി മക്കളെ. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നമുക്ക് ഇംഗ്ലീഷ് ഈസി ആയി തന്നെ പഠിച്ചെടുക്കാവുന്ന ഒരു കാര്യമാണ്. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ എല്ലാവരും ഈസി ആയിട്ട് ഇംഗ്ലീഷ് പഠിച്ച് നല്ലതുപോലെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുക. ഓക്കെ, സോ അപ്പൊ അത്രയേ ഉള്ളൂ. സോ അപ്പൊ എല്ലാവർക്കും എന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.